ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹാകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെ ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്, 19-ാമത്തെ വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തു നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. ഇങ്ങനെയാണ് ഈശോ പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യം, നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്ന പോലെ, ഒരു അതോറിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്ന പോലെ ലോകത്തിന്റെ കൂടെ നിൽക്കുന്നു. ലോകത്തിന്റെ എന്ന് പറയാൻ ഭൗതികതയുടെ, ലോകവുമായി ബന്ധപ്പെട്ട തിന്മകളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ലോകം അതിൻ്റെ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും അതിനായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഒക്കെ നൽകും. പക്ഷേ ദൈവത്തിന്റെ സ്വന്തമായിട്ടുള്ളവന് ലോകത്തിനെതിരാണ്. അവനെ ഇങ്ങനെ ലോകം റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുറന്തള്ളിക്കൊണ്ടിരിക്കും, വെറുപ്പോടുകൂടി കണ്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ എല്ലാ മനുഷ്യരും കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഒരാൾ നിലപാടെടുക്കുകയാണ്, ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല, ഞാൻ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, വേണ്ട സേവനങ്ങൾ കൃത്യമായി നൽകും, ഒന്നും ഡിലേ ചെയ്യത്തില്ല, നീതിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊരാൾ തീരുമാനമെടുക്കുക. സ്വാഭാവികമായിട്ടും ആ ഓഫീസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൊത്തം ആളുകൾക്കും വെറുക്കപ്പെട്ടവനായി ഇയാൾ മാറും. ഇതിന് സർക്കാർ ഓഫീസിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും, സഭയുടെ സ്ഥാപനങ്ങളിലും, സമർപ്പിതരുടെ ഇടയിലും, രൂപതയിലും, സന്യാസ ഭവനങ്ങളിലും, അൽമാരുടെ ഇടയിലും, പള്ളി കമ്മിറ്റിയിലും എല്ലാം ഇത് തന്നെയാണ് സ്ഥിതി. ഒരാൾ നീതിപൂർവ്വം നിലനിൽക്കും എന്ന് തീരുമാനമെടുത്താൽ ബാക്കി മുഴുവൻ ആളുകളും അയാളുടെ ശത്രുവായി പരിഗണിക്കും. വെറുക്കപ്പെട്ടവനുള്ള സുവിശേഷമാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്തോട് നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 2 ടൈറ്റിലുകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒന്ന്, വെറുക്കപ്പെട്ടവരുടെ സുവിശേഷം, അതാണ് ഞാൻ ടൈറ്റിലായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ വന്നത്, രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളതാണ്. രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് എങ്ങനെ? ഈ ലോകം അവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ, അവരെ വെറുക്കപ്പെട്ടവരെ കാണുമ്പോൾ, പുറന്തള്ളുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാവുന്നു. ഒരാദർശത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്നു, ഒരു വിശ്വാസത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കുന്നു, ഒരാശയത്തിന് വേണ്ടി ധീരമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോയവരൊക്കെ ലോകം അവരുടേതായി കാണാതെ പുറന്തള്ളുകയും അവർ വെറുക്കപ്പെട്ടവരെ പരിഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷികളായി മാറുകയും ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. കാലാകാലങ്ങൾ ഏതൊരാശയവുമായി ബന്ധപ്പെട്ട്, ഏതൊരു നല്ല ആശയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രക്തസാക്ഷികളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ രക്തസാക്ഷികൾ. നമ്മൾ വെറുക്കപ്പെട്ടവന്റെ സുവിശേഷം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് തിന്മയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ വെറുക്കപ്പെട്ടവനാണ്. ഒരു വലിയ ഗ്രൂപ്പ് തിന്മ ചെയ്യുമ്പോൾ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ പോലും, കണ്ണടച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അയാൾ വെറുക്കപ്പെട്ടവനാണ്. ഒഴുക്കിനെതിരെ നീന്തിയാലും ഇങ്ങനെ ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നതാണ് നിലപാടുകൾ എന്ന് പറയുന്നത്. ഇനി അതല്ല, അങ്ങനെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ, ഞാൻ കണ്ണടച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും അയാൾ വെറുക്കപ്പെട്ടവനെ മാറുക. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു സുവിശേഷ ഭാഗം ഒരുപാട് ബലം നൽകേണ്ട ഒന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും ചില നിലപാടെടുത്തും ചില സത്യത്തിന് വേണ്ടി നിലകൊണ്ടും നീതിപൂർവമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചും വഴക്കിട്ടും വെറുക്കപ്പെട്ടവനായി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ചില വൈദികരൊക്കെ ചില പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഏത് പള്ളിയിൽ ഇരുന്നാലും വഴക്കാം. അത് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചുകൊണ്ടുണ്ടാകുന്ന വഴക്കായിരിക്കാം. രണ്ടാമത്, അതല്ലാതെ വേറൊരു കാരണം കൂടിയുണ്ട്. അയാൾ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദിച്ചതുകൊണ്ടും ആകാം. അപ്പോൾ ഈ 2 രീതിയിലും വഴക്കുണ്ടാവാം. ആദ്യത്തേത് വളരെ റെയറായിട്ട് ഉണ്ടാവാറുള്ളൂ, പക്ഷെ രണ്ടാമത്തേത് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. കാരണം ഈ സുവിശേഷ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. കാരണം ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഒരു ഗ്രൂപ്പ് കമ്മിറ്റി അംഗങ്ങൾ തിന്മ, അവരിങ്ങനെ കമ്മീഷൻ വാങ്ങിക്കുന്നു, അവര് അഴിമതി കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വികാരിയച്ഛൻ അല്ലെങ്കിൽ ഒരു അൽമായം തന്നെ ആയിക്കോട്ടെ, ഒരു അൽമായം പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്,
അത് അഴിമതിയാണ് എന്ന് പറയുമ്പോൾ അയാൾ വെറുക്കപ്പെട്ടവനായി മാറുന്നു, അയാൾ ശത്രുവായി പരിഗണിക്കപ്പെടുന്നു, അയാൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈശോ അതിന് കൃത്യമായ മറുപടി പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെതല്ല ആയിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ അത് സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ എൻ്റെ പക്ഷത്താണ്. എൻ്റെ പക്ഷത്തുള്ളവനെ ലോകം വെറുക്കും. ക്രിസ്തു പക്ഷത്ത് നിൽക്കുന്നവനെ ലോകം വെറുക്കും, വെറുക്കപ്പെട്ടവനായി പരിഗണിക്കും, പീഡിപ്പിച്ചു തുടങ്ങും, രക്തസാക്ഷിയായി മാറും. വെറുക്കപ്പെട്ടവന്റെ സുവിശേഷം പറഞ്ഞ് വെറുക്കപ്പെട്ട, ലോകം കണ്ട ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ക്രൂശിതന് സ്തുതിയായിരിക്കട്ടെ. കാരണം അവന്റെ ജീവിതം തന്നെയാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ സന്ദേശവും സുവിശേഷവും. ആ സുവിശേഷം വെറുക്കപ്പെടുന്ന വേളകളിൽ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.